സാനുമാഷിന്റെ വിയോഗം മലയാള സാഹിത്യത്തിലും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും സൃഷ്ടിക്കുന്ന ശൂന്യത ചെറുതല്ല. തലമുറകളുടെ അധ്യാപകനായി ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ സമ്പാദിച്ചും എഴുത്തിലൂടെ സാഹിത്യലോകത്ത് വെളിച്ചം പകർന്നും എക്കാലവും മതേതര മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചും നീണ്ട പതിറ്റാണ്ടുകളുടെ ജീവിത സബരിക്കാണ് തിരശീല താഴ്ന്നത്. സാഹിത്യത്തിന്റെ സൗമ്യഭാവമായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സാനുമാഷ് തികഞ്ഞൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു. ലോകവും കാലവും നേരിട്ട വിഷയങ്ങളിൽ വ്യക്തവും ശക്തവുമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ അവസാന നാൾ വരെ ഒരു മടിയും കാണിച്ചിട്ടില്ല. ചുറ്റുപാടുകൾ മറന്നൊരു ജീവിതവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിന് തെളിവാണ് സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടൽ. ഒട്ടുമിക്ക കാര്യങ്ങളിലും സാനുമാഷിന്റെ വാക്കുകൾ ഫലം കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും സാനുമാഷിന്റെ അഭിപ്രായം തേടാൻ ആരും ഇന്നോളം മടിച്ചിട്ടുമില്ല. 95 പിന്നിട്ടിട്ടും പ്രായാധിക്യ അവശതകൾ മറന്ന് പൊതുവേദികളിലും സാഹിത്യ സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹം എത്തി. അപ്പോഴെല്ലാം സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ അധികരിച്ച് അഭിപ്രായങ്ങൾ പരസ്യമാക്കാനും മാഷിനായി. ആ വാക്കുകൾക്ക് സമൂഹം കൽപ്പിച്ച് നൽകിയ വിലയും അത്രമേൽ വലുതായിരുന്നു. അദ്ദേഹം വിട പറയുമ്പോൾ സാഹിത്യ ലോകത്തിനുമപ്പുറം സാധാരണക്കാരായവരുടെ വാക്കും നോക്കും കൂടിയാണ് കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. പ്രണാമം.